തൃശ്ശൂരിൽ CPM BJP സംഘർഷം. നേരത്തെ തൃശ്ശൂർ MP സുരേഷ് ഗോപിയുടെ ഓഫീസിന് മുന്നിലുള്ള ബോർഡിൽ CPM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് BJP പ്രവർത്തകർ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു. ബലം പ്രയോഗിച്ച് മാറ്റാൻ നീക്കം നടക്കുന്നു. ഇപ്പോൾ പരസ്പരം പോർവിളിയാണ്. ഞങ്ങളുടെ പ്രതിനിധി സാനു ചേരുന്നു. സാനു, വിശദാംശങ്ങൾ. BJP ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് ലാത്തി കൊണ്ട് പോലീസ് അടിക്കുന്ന ദൃശ്യങ്ങളാണ്. ലാത്തി രണ്ടായി മുറിയുന്ന ദൃശ്യങ്ങൾ. അതിക്രൂരമായാണ് പോലീസ് പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ നേരിട്ടത്. അതേസമയം CPM പ്രവർത്തകർക്ക് എല്ലാ പരിരക്ഷയും എല്ലാ സംരക്ഷണവും നൽകി. നേരത്തെ സുരേഷ് ഗോപി MPയുടെ ഓഫീസിന് മുന്നിലുള്ള ബോർഡിൽ CPM പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ചിരുന്നു. അതിൽ പ്രതിഷേധിച്ചാണ് പന്തം കൊളുത്തി പ്രകടനം നടത്തിയത്. ആ മാർച്ചിനെയാണ് അതിക്രൂരമായി നേരിട്ടത്. പോലീസിന്റെ അക്രമം ഇപ്പോഴും തുടരുകയാണ്. സാനു ചേരുന്നു. സാനു, വിശദാംശങ്ങൾ. അതായത് ഒരു ഭാഗത്ത് CPM പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുകയാണ്. CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപം വലിയ തോതിൽ CPM പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുകയാണ്. അതായത് BJP മാർച്ച് അവിടേക്ക് വരുന്നു എന്ന് കണ്ടുകൊണ്ടാണ് ഈ പ്രവർത്തകർ മറുഭാഗത്ത് സംഘടിച്ചത്. എന്തായാലും നിലവിൽ ഇപ്പൊ BJP പ്രവർത്തകരോട് മാർച്ചിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ മറുഭാഗത്ത് വലിയ രീതിയിൽ പ്രവർത്തകർ സംഘടിച്ച് നിൽക്കുന്നു. അവർ വലിയ വെല്ലുവിളി ഉയർത്തുന്നു. അവർക്കൊപ്പം, അതായത് അവർക്ക് ഒത്താശ ചെയ്യുന്ന നിലയിലേക്ക് പോലീസ് സംവിധാനങ്ങളും മാറുന്നു എന്ന് തന്നെ വേണം പറയാൻ. അതായത് അവിടുന്ന് മാർച്ച് വന്നെടുത്തപ്പോൾ അവരെ കൃത്യമായി പ്രതിരോധിക്കാനോ അവരെ തടയാനോ പോലീസ് സംവിധാനങ്ങളും തയ്യാറായിട്ടില്ല. അക്കാര്യത്തിൽ പോലീസ് സംവിധാനങ്ങൾക്ക് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട്. അതായത് ഈ മാർച്ച് നടന്ന സമയത്ത്, അതായത് ഈ സുരേഷ് ഗോപി MPയുടെ ഓഫീസിലേക്ക് മാർച്ച് നടന്ന സമയത്തും ആ കരിയോയിൽ ഒഴിച്ച വ്യക്തിയെ കൃത്യമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിൽ കയറ്റിയതാണ്. അതിനുശേഷം ഇദ്ദേഹത്തെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ മുന്നിൽ നിന്ന് തന്നെ CPM നേതാക്കൾ വന്ന് കൊണ്ടുപോകുന്നത് കാഴ്ചക്കാരായി നോക്കി നിൽക്കാൻ മാത്രമേ CPM പ്രവർത്തകർ ഈ പാർട്ടി, അതായത് പോലീസ് സംവിധാനങ്ങൾക്ക് സാധിച്ചിരുന്നുള്ളൂ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഒരു കാര്യം ഇടപെട്ട് ചോദിക്കട്ടെ. ജസ്റ്റിൻ ജേക്കബിന്റെ തലയ്ക്ക് അടിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ ആരാണ്? തലയ്ക്കടിക്കാൻ മാത്രം എന്ത് പ്രകോപനമാണ് അവിടെ ഉണ്ടായത്? പോലീസ് ഉദ്യോഗസ്ഥർ. യുവരാജ് ഗോകുൽ ചേരുന്നു. യുവരാജ്, തൃശ്ശൂരിൽ CPMന് എല്ലാ സംരക്ഷണവും നൽകുന്നു. അതേസമയം BJP പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ. ജസ്റ്റിൻ ജേക്കബിനെ തലയ്ക്ക് അടിക്കുന്നു. ആ ലാത്തി രണ്ടായി ഒടിയുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് അത് വ്യക്തമാണ്. എന്താണ് തൃശ്ശൂരിൽ സംഭവിക്കുന്നത്, യുവരാജ്? അല്ല, ഇത് തൃശ്ശൂരിൽ ഇതുവരെ അവർക്ക് നോക്കൂ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മത്സരിച്ച് ജയിച്ചിരിക്കുന്ന ഒരു ജയത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാതെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് പരമാവധി കുപ്രചരണങ്ങൾ നടത്തുക. കുപ്രചരണങ്ങൾ നടത്തിയതിന് ശേഷം അതിനക്തമായ പാർട്ടിയുടെ അണികളെ എടുത്ത് MPയുടെ ഓഫീസിലേക്ക് അയക്കുക. അതിനുശേഷം അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ചിട്ട് അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്തായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? അവർ ഭരിക്കുന്നയിടത്ത് അവർക്ക് സർക്കാർ മിഷനറികൾ ഉപയോഗിച്ചിട്ട് എന്ത് തോന്നിവാസവും നടത്താം എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിൽ നിൽക്കുന്നത്. മറ്റുള്ളവർക്ക് പ്രതിഷേധിക്കുവാനുള്ള അവസരമോ അവകാശമോ പോലും തരാൻ വേണ്ടിയിട്ട് ഇവർ തയ്യാറാകുന്നില്ല. ഇവരാണ് ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എന്താ പറയാ. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടാണല്ലോ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് ഏറിവാ മക്കളെ എന്നും പറഞ്ഞിട്ട് കേരള പോലീസ് SFIക്കാരെ കൈപിടിച്ച് കയറ്റുന്നതും വീണ് പോകാതിരിക്കാൻ വേണ്ടി തലോടി അകത്തേക്ക് കയറ്റുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ. അതേ കേരളത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത്. ഇത് എന്താ പറയാ, ഇവിടുത്തെ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ പറയുന്ന തരത്തിലുള്ള കുപ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ട് കുടപിടിച്ചു കൊടുക്കുമ്പോ തകരുന്നത് യഥാർത്ഥ ജനാധിപത്യമാണെന്നുള്ള കാര്യം അവരും തിരിച്ചറിയുന്നില്ല. യുവരാജ്, എന്തായാലും ഇത് കടന്ന കൈയായിപ്പോയി. നോക്കൂ, ജില്ലാ അധ്യക്ഷന്റെ തലയ്ക്കാണ് അടിച്ചത്. അതിന് മാത്രം ഒരു പ്രകോപനം അവിടെ ഉണ്ടായിട്ടില്ല. കാരണം കഴിഞ്ഞാൽ കേരളം നിലവിൽ ഇങ്ങനെയൊക്കെയാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ കണ്ടില്ലായിരുന്നു, നമ്മുടെ തമ്പ്രാന്റെ യാത്ര പോകുമ്പോ ചെടിച്ചട്ടി എടുത്തടിച്ചും ഹെൽമെറ്റ് എടുത്തടിച്ചോ ആയിരുന്നല്ലോ ജീവൻ രക്ഷാ പ്രവർത്തനം നടത്തിയിരുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ്. ഇപ്പൊ അത് BJPക്കാരായതുകൊണ്ട് തന്നെ DYFIക്കാരെയും CPMകാരെയും ചെടിച്ചട്ടി ഹെൽമെറ്റും ഒക്കെ കൊടുത്തു വിട്ടു കഴിഞ്ഞാൽ തിരിച്ച് നന്നായിട്ട് കിട്ടും അവർക്കറിയാം. കോൺഗ്രസ്സുകാരല്ലല്ലോ. അതുകൊണ്ട് പോലീസിനെ തന്നെ രംഗത്തിറക്കിയിരിക്കുകയാണ് അടിച്ചമർത്താൻ വേണ്ടിയിട്ട്. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ചെയ്തു. അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ, തൃശ്ശൂരിൽ എന്താണ് സംഭവിച്ചത്? ഇപ്പോൾ ഞങ്ങളുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് ജസ്റ്റിൻ ജേക്കബിൻ്റെ തലയ്ക്ക് പോലീസ് അടിക്കുന്നു. ആ ലാത്തി രണ്ടായി ഒടിയുന്നു. അപ്പോൾ നോക്കൂ, എത്ര
മാത്രം ആഘാതമായിരിക്കും അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? താങ്കൾക്കൊന്ന് വിശദീകരിക്കാമോ? ഞാൻ കോതമംഗലത്താണ്. കോതമംഗലത്തെ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ് ഞാൻ കാണുന്നത്. ഇന്ന് പകല് ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു. ഞാൻ വളരെ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. പോലീസ് മായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നരവേട്ടയ്ക്ക് അനുകൂലമായ സമീപനം സ്വീകരിക്കുന്നു. BJP വിരുദ്ധ മനോഭാവത്തോടുകൂടി BJPയെ ഇല്ലായ്മ ചെയ്യാൻ പോലീസ് കൂട്ടുനിൽക്കുന്നു. ഇന്ന് ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഓഫീസിലേക്ക് അക്രമം അഴിച്ചുവിടാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുകയും ആ ഓഫീസിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ള ആ ബോർഡിൽ കരിയോയിൽ ഒഴിക്കുകയും ചെയ്ത പ്രതിയെ നാട്ടുകാർ വളഞ്ഞപ്പോൾ പോലീസ് വന്നു. നാട്ടുകാർ പോലീസിന്റെ കയ്യിലേക്ക് കൊടുത്തു. പോലീസ് പ്രതിയെ കൊണ്ട് പോകുന്ന വഴി CPM-കാരെ വിളിച്ച് CPM-കാരുടെ കയ്യിലേക്ക് CPM-കാര് പോലീസ് ജീപ്പ് തടയുന്നു. ആ പോലീസ് ജീപ്പിൽ നിന്ന് CPM-കാര് ഈ പ്രതിയെ രക്ഷപ്പെടുത്തുന്നു. പ്രതിയെ വിട്ടുകൊടുക്കുന്നു, പ്രതിയെ രക്ഷപ്പെടുത്തുന്നു. ആ പ്രതി അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരനാണ്, എനിക്ക് നേരിട്ട് അറിയാവുന്ന ആളാണ്, എൻ്റെ വീടിനടുത്താണ്, എൻ്റെ വാർഡിലാണ്. ആ പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ പിന്നെ വിളിപ്പിച്ചിട്ടില്ല. പോലീസിന്റെ ജീപ്പിൽ നിന്ന് പ്രതിയെ വലിച്ചിറക്കി മോചിപ്പിച്ച് CPM-കാർ കൊണ്ടുപോകുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ഒരു പോലീസുകാർ, ഒരു കേസെടുക്കാത്ത പോലീസുകാർ, CPM-ന്റെ മുമ്പിൽ ഓച്ഛാനിച്ച് നിൽക്കുന്ന പോലീസുകാർ, ആ പോലീസുകാർ തന്നെയാണ് ഇപ്പൊ ജസ്റ്റിൻ ജേക്കബിനെ അടിച്ച് തലയ്ക്ക് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിൻ ജേക്കബ് എന്ന് പറഞ്ഞാൽ മാരകമായിട്ടുള്ള പല അസുഖങ്ങളും, പ്രത്യേകിച്ച് വാദം പോലെയുള്ള അസുഖം, അതേപോലെ പ്രഷർ പോലെയുള്ള അസുഖങ്ങളൊക്കെയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിന് മാരകമായിട്ടുള്ള ഒരു മർദ്ദനമാണ് ഇപ്പോൾ ഏറ്റിരിക്കുന്നത്. ഞാൻ ലൈവായിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റേ മൊബൈലില്. വളരെ നിരപരാധിയായിട്ടുള്ള ഈ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പ്രസിഡന്റിനെ അടിക്കാനായിട്ട് ഒരു പോലീസുകാരനോ വേറൊരു പോലീസുകാരുണ്ട് എന്ന് പറഞ്ഞാൽ കൃത്യമായി ആരെങ്കിലും അടിച്ചപ്പോ മറ്റേ ജസ്റ്റിൻ ജേക്കബിന്റെ തലയെ കൊണ്ടതല്ല. ജസ്റ്റിൻ ജേക്കബിനെ ജസ്റ്റിൻ ജേക്കബ് ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ ഒന്ന് തുടരുക.